ഹായ് ഗൈസ്, നമുക്കറിയാം മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് വളരെ സ്കോറിംഗ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ലെങ്തി ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ ചില തിയറീസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു തിയറിയാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതായത് കെയ്ലി ഹാമിൽട്ടൺ തിയറം ഫോർ 2x2 മെട്രിസസ്. ഓക്കെ, ശ്രദ്ധിക്കുക, എന്താണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അതായത് കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ അല്ലെ ഫോർ ഇഫ് എ ഇസ് എ സ്ക്വയർ മാട്രിക്സ്, ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു എന്താണ് ഓ എന്ന് പറയുമ്പോൾ എന്താണ് സീറോ മാട്രിക്സ്. ഓക്കെ അല്ലെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. അഥവാ ഈ പറഞ്ഞ പോലെ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഒക്കെ കണ്ടുപിടിച്ച്, ഓക്കെ, ആ പറഞ്ഞ പോലെ തന്നെ ലാംഡയ്ക്ക് പകരം എ ഒക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടും. ഓക്കെ, അതിപ്പോൾ അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് 2a പ്ലസ് ഐ ഈസ് ഈക്വൽ ടു എന്താണ് ഓ. അതേപോലെ തന്നെ 3x3 ആണെങ്കിൽ എ ക്യൂ പ്ലസ് 3a സ്ക്വയർ പ്ലസ് 2a പ്ലസ് ഐ ഈസ് ഈക്വൽ ടു ഓ സംതിങ്. റെഡി അല്ലേ? ഇങ്ങനെ ഉണ്ടാവുക, അതായത് ഒരു പോളിനോമിയൽ ടൈപ്പ് ആയിട്ട് ഉണ്ടാവുക. ക്ലിയർ ആയില്ലേ? ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഈ 2x2 കേസിൽ ചില ഷോർട്ട് കട്ടുകളും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 2x2 കേസിൽ ഒരു അടിപൊളി സംഗതി നമുക്ക് എന്താക്കാം പറയാം. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു 2x2 മെട്രിക്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉണ്ടാക്കാൻ നമുക്കൊരു റെഡിമെയ്ഡ് സംഭവമുണ്ട്. ഇത് പഠിക്കുക, ഇതെന്തായാലും പഠിക്കണം. ഓക്കെ, എന്താണത്? എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു ഓ. റെഡിയല്ലേ? ഇത് നമ്മൾ ഷുഗർ ആയിട്ട് പഠിക്കാം. റെഡിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. കാരണം ഇതിന്റെ പ്രോബ്ലംസ് എല്ലാത്തിലും ഉണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്, NCERT എക്സാംപ്ലറുണ്ട്, കീമിന് ചോദിച്ചിട്ടുണ്ട്, ജെയ്ക്ക് ചോദിച്ചാൽ എല്ലാത്തിലും ഇത് എന്താക്കിയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് എ ഇസ് ഈക്വൽ ടു 3 1 മൈനസ് 1 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം അല്ലെ, ഒരു 2x2 മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ അല്ലെ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു എന്താണ് ഓ അല്ലെ, അങ്ങനെയാണ് വരിക. ഓക്കെ, ദെൻ വാട്ട് ഇസ് ട്രേസ് ഓഫ് എ? എന്താണ് ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രേസ് ഓഫ് എന്ന് പറയുമ്പോൾ സം ഓഫ് എന്താണ് അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ട്രേസ് ഓഫ് എന്ന് പറയാം. സോ 3 + 2 = 5 ആണ്. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ. 3 × 2 നമുക്കറിയാവുന്നതാണ് 6 ആണ്. ഓക്കെ, 6 - -1 അല്ലെങ്കിൽ 6 + 1 അല്ലെ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? 7 എന്ന് വരും. മനസ്സിലായില്ലേ? സോ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ആണ് എ സ്ക്വയർ അല്ലെ മൈനസ് ട്രേസ് ഓഫ് എ നമുക്കറിയാവുന്നതാണ് 5a പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്കറിയാവുന്നതാണ് 7 അല്ലെ ഐ ഇസ് ഈക്വൽ ടു എന്താണ് ഓ എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഓക്കെ, ഓപ്ഷൻ എ ഈസ് എന്താണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റെഡി. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കീമിന് ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതേപോലെ തന്നെയാണ്. ഓക്കെ, എന്താ വാട്ട് ഇസ് ദാറ്റ്? എ ഈസ് ഈക്വൽ ടു 1502 അല്ലെ. ദെൻ വാട്ട് ഇസ് എ സ്ക്വയർ മൈനസ് 2a + 2i അല്ല. അതായത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ട്രിക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ഓരോന്നും എ സ്ക്വയർ കണ്ടുപിടിക്കുക അല്ലെ, എന്നിട്ടോ -2a കണ്ടുപിടിക്കുക, എന്നിട്ട് 2i, ഇതൊക്കെ ആഡൊക്കെ ചെയ്ത് നോക്കേണ്ട ഈ ട്രിക്ക് അറിയില്ലെങ്കിൽ. പക്ഷെ നമുക്ക് ഈ ട്രിക്ക് അറിയുമെങ്കിൽ നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിന്റെ ഐഡിയ. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ട്രേസ് ഓഫ് എ അല്ലെ എന്ന് പറഞ്ഞാൽ എന്താ? ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. അത് 1 + 2 നമുക്ക് എന്താണ് 3 എന്ന് കിട്ടി. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ 2 - 5 × 0 അല്ലെ എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? റെഡി അല്ലേ? സോ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ എന്താക്കി? യെസ്, വാട്ട് ഇസ് എ സ്ക്വയർ അല്ലെ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എ, ഓക്കെ, പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ എന്നാണല്ലോ. ഓക്കെ, ഇനി ഞാനിത് പറയല്ലേ. ഓക്കെ, ഇസ് ഈക്വൽ ടു ഓ എന്നാണല്ലോ. അപ്പൊ എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ കിട്ടിയിരിക്കുന്നത് 3 ആണ്, 3a പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ കിട്ടിയിരിക്കുന്നത് 2 ആണ്. അപ്പൊ 2i ഈസ് ഈക്വൽ ടു ഓ അല്ലെ. എ സ്ക്വയർ മൈനസ് 3a പ്ലസ് 2i ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ? ഓ എന്ന് വരും. ക്ലിയർ ആയില്ലേ? ദ നെക്സ്റ്റ് എന്താണ്? a is equal to 2 - 1 - 1 2 if i is the unitary matrix of order 2 then a square is equal to. ഓക്കെ, അപ്പോൾ a സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം അല്ലെ? a × വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ ഐഡിയ വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഇതിന്റെ ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ട്രേസ് ഓഫ് എ എന്ന് പറയുമ്പോൾ 2 + 2 അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ്? 4 ആണ് അല്ലെ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ് 4. ഓക്കെ, മൈനസ് എന്താണ്? 1 അല്ലെ, അഥവാ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ശരിയല്ലേ? സോ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ നമുക്കറിയാം മക്കളെ എന്താണ്? യെസ് ഇറ്റ് ഇസ് 4a അല്ലെ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് എന്താണ്? 3 ആണ് അല്ലെ. അപ്പൊ 3 × i ഈസ് ഈക്വൽ ടു ഓ. റെഡി അല്ലേ? സോ നമുക്ക് ഇവിടുന്ന് എ സ്ക്വയർ കിട്ടും എന്താ മക്കളെ? യെസ് 4a മൈനസ് എന്താണ്? 3i എന്ന് കിട്ടും. എടാ ക്ലിയർ ആയില്ലേ? 4a - 3i. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ചെയ്തു, അതോടൊപ്പം തന്നെ പിന്നെ കീമിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ ജെയ്ക്കും എന്താക്കിയിട്ടുണ്ട്? ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താ? a is equal to 1 2 - 2 - 5
അല്ലെ alpha comma beta b such that alpha a square plus beta a is equal to I, then alpha plus beta is equal to. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇവന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ് മക്കളെ, ഇക്വേഷൻ ഞാൻ എന്താണ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ട്രേസ് ഓഫ് എ കണ്ടുപിടിക്കണം അല്ലെ. ഇപ്പൊ ട്രേസ് ഓഫ് എ നമുക്കറിയാം 1 - 5 അല്ലെ എന്ന് പറഞ്ഞാൽ അതെന്താണ് -4 ആണ്. ഓക്കെ അല്ലെ. ദെൻ മക്കളെ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ്, യെസ് -5 ഓക്കെ +4 അഥവാ -1 എന്ന് വരും. മനസ്സിലായില്ലേ? റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. നമുക്കറിയാം എ സ്ക്വയർ അല്ലെ മൈനസ് ട്രേസ് ഓഫ് എ അല്ലെ എന്ന് പറയും -4a. ഓക്കെ, പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ്, യെസ് അത് 1 ആണ്. ഓക്കെ അല്ലെ, ഇൻറ്റു I 1i is equal to O എന്ന് വരും. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ അല്ലെ +4a -i is equal to O എന്ന് വരും. ഓക്കെ അല്ലെ മക്കളെ. ഇനി അവനെ ഞാൻ എന്താക്കണം, ഇവനുമായിട്ട് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ആൽഫ എ സ്ക്വയർ അല്ലെ പ്ലസ് ബീറ്റ എ -2i is equal to എന്താണ് O എന്ന് കിട്ടും. റെഡി അല്ലേ? ആൽഫ എ സ്ക്വയർ പ്ലസ് ബീറ്റ എ -2i is equal to O എന്ന് കിട്ടും. റെഡി അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ശ്രദ്ധിക്കാം. നമുക്ക് ഇവനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ ഇവനുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂടാ മക്കളെ, യെസ്. ഓക്കെ, അതായത് ലിസൺ നോക്കണേ, ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ എങ്ങനെ കമ്പയർ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കണേ, ഇവിടെ ഇത് അൺനോൺ ആണ് അല്ലേ, ഇവിടെ അൺനോൺ ആണ് അല്ലെ, ഇതും എന്താണ് അൺനോൺ. ഇവിടെ ഐയുടെ കോഎഫിഷ്യന്റ് മാത്രമേ രണ്ടിലും നോൺ ഉള്ളൂ അല്ലെ, ബാക്കി ഇതിൽ രണ്ടിലും എന്താണ് എ സ്ക്വയറിന്റെയും എന്റെയും കോഎഫിഷ്യന്റ് അൺനോൺസ് ആണ്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, ഐയുടെ കോഎഫിഷ്യന്റ് രണ്ടിനും സെയിം ആക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 കൊണ്ട് കംപ്ലീറ്റ്ലി എന്താണ് മക്കളെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൽഫ ബൈ 2 എ സ്ക്വയർ പ്ലസ് ബീറ്റ ബൈ 2 എ അല്ലെ -i is equal to O. റെഡി അല്ലേ? നൗ വി ക്യാൻ കമ്പയർ. റെഡി അല്ലേ? കാരണം അതെങ്ങനെ കമ്പയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും നിങ്ങൾ നോക്കിയാട്ടെ, ഇവിടെ എന്താണ് ആൽഫയാണ് അല്ല ബീറ്റയാണ് അൺനോൺ ആണ്. ഓക്കെ, പക്ഷേ ഐക്ക് മാത്രം രണ്ടും എന്താണ് നോൺ. അപ്പൊ രണ്ടിലും കോഎഫിഷ്യൻസ് നമ്മൾ എന്താക്കുക, സെയിം ആക്കുക, അതിന്റെ കമ്പയർ ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആൽഫ ബൈ 2 is equal to അല്ലെ, ആൽഫ ബൈ 2 is equal to എ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ് 1 ആണ്, അതായത് ആൽഫ is equal to 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബീറ്റ ബൈ 2 is equal to എന്താണ് 4 ആണ്. സോ ബീറ്റ is equal to എന്ത് കിട്ടും മക്കളെ, 8 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ആൽഫ പ്ലസ് ബീറ്റയാണ്. ആൽഫ പ്ലസ് ബീറ്റ അല്ലെ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ 2 + 8 അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ് 10 എന്ന് വരും. ഓക്കെ, സോ ഓപ്ഷൻ ഡി is the right answer. The next, a is equal to 4 - 2 alpha beta if a square plus gamma a plus 18i is equal to O, then determine a is equal to. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദിസ് 2x2 മാട്രിക്സ്. റെഡി അല്ലേ? അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റൈറ്റ് സൈഡിൽ ഇതേപോലെ O ഉണ്ടാവും. റെഡി അല്ലേ? അതേപോലെ തന്നെ എന്താണ് മക്കളെ, യെസ് എ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ഉണ്ട്. അപ്പോൾ ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. റെഡി അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് എ അല്ലെ, നമുക്കറിയാം നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് എ സ്ക്വയർ അല്ലെ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു I is equal to എന്താണ് O എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിറ്റ് എ is equal to 18 എന്ന് നമുക്ക് കണ്ണും പൂട്ടി പറയാം, വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ പിന്നെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ ട്രിക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ എത്ര സമയം എടുക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. റെഡി അല്ലേ? അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ എത്ര സമയം എടുക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ ക്വസ്റ്റിന് എത്ര സമയം എടുക്കും നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. യെസ്. ഓക്കെ, അതേപോലെ തന്നെ ഇവൻ എത്ര സമയം എടുക്കും, ആദ്യം എ സ്ക്വയർ കണ്ടുപിടിക്കണം, 2a കണ്ടുപിടിക്കണം, 2i കണ്ടുപിടിക്കണം, അങ്ങനെ ഒരുപാട് സമയം നമ്മൾ എടുക്കും. റെഡി അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യു ക്യാൻ ജോയിൻ ഇൻ സൂപ്പർ കിങ്സ് ബാച്ച്. ഓക്കെ, ബൈ ബൈ.